കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി പ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണയും. വലിയ ആത്മവിശ്വാസം തന്നെയാണ്. MLA ആയി തന്നെ വീണ്ടും തുടരാം എന്ന് തന്നെ ഉറപ്പിച്ചോ? അതെ അതെ. ഇന്നിപ്പോ റംസാൻ ആയതുകൊണ്ട് രാവിലെ വന്ന് ഇവിടെ 2 സ്ഥലങ്ങളിൽ ഈദ്ഗാഹ് ഉണ്ട്. അത് കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കബീർക്ക. പുള്ളിയുടെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് കോട്ടപ്പുറത്തിറങ്ങിയാണ്. മുഹമ്മദ് ഷിയാസാണ് എതിരാളി. വളരെ കനത്ത ഒരു പോരാട്ടം തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവെ നമ്മളിവിടെ വോട്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞങ്ങളിവിടെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടുത്തെ MLA ആയിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെട്ടിട്ടുണ്ട്. വികസന കാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും. അപ്പം അങ്ങനെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. അപ്പം ജനങ്ങളിപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ വലിയ സ്വീകാര്യതയിലാണ് പറയുന്നത്. ആരും അങ്ങനെ വ്യത്യസ്തമായി കാണുന്നില്ല. അപ്പോൾ ആ ഒരു വിശ്വാസവും ചെയ്ത കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഇടപെടലും കാണുമ്പോൾ നല്ല പുരുഷ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ ശബരിമല സ്വർണ്ണക്കേസ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഒരു എതിരായി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും ഈ പ്രദേശത്ത് ആരും ചർച്ച പോലും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയമേ ഇവിടെ ഉദിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത്. ശബരിമല കേസ് മറ്റു കേസുകളൊന്നും നമ്മുടെ ഈ കൊച്ചി ഭാഗത്ത് അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഭരണവിരുദ്ധ വികാരം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ സ്വന്തം പൊക്കി പറഞ്ഞല്ല. ഈ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു നെഗറ്റീവ് വരാനോട് ഒന്നുമില്ലെന്നുള്ളതാണ്. ഗവൺമെന്റ് ആയാലും MLA ആയാലും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാനായിട്ടൊന്നുമില്ല. വികാരം എന്ന് പറയാനില്ല, ഒറ്റപ്പെട്ട ആൾക്കാർ പറയും. അത് സ്വാഭാവികമാണത്. ഏതായാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വീണ്ടും MLA ആയി തുടരും എന്ന് തന്നെയാണ് KJ മാക്സി പറയുന്നത്. അവിടെ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നോമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.